മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കൂടെ ഒരാളോടുണ്ട് കേട്ടോ. ബുൾഗാന നിങ്ങൾക്ക് ആരുടെയെങ്കിലും പരിചയമുണ്ടോ? ബുൾഗാൻ മിഥുൻ വി ശങ്കർ. മിഥുൻ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മിഥുൻ ചൈനയിലായിരുന്നു. മിഥുൻ എന്തിനാണ് ചൈനയിൽ പോയെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞോ? ഇല്ല, വീഡിയോയിൽ പറഞ്ഞില്ല. ആ ഒരു നഗ്ന സത്യം ഞാനിവിടെ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. മിഥുൻ ഒരു ബിസിനസ്സുകാരനാണ്. മിഥുൻ ഒരു ഓൺട്രപ്രണറാണ് അല്ലേ? മിഥുൻ ചൈനയിൽ പോയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള സൈക്കിളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വെക്കാൻ പറ്റും. അത് മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിളാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ മിഥുൻ ആ ഒരു സൈക്കിളിനെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം. താടി വെച്ച് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ മിഥുൻ്റെ സൈക്കിൾ പരിചയപ്പെടുത്തലാണ്. ഇതായിരിക്കണം മിഥുൻ വണ്ടി ഓടിക്കും. അതാ സൈക്കിൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് മിഥുൻ്റെ പുതിയ സംരംഭം. എടുത്തോ. അയ്യോ, 28 കിലോ ഉണ്ട് വെയിറ്റ് അല്ലേ? 28, 26. കണ്ട, വണ്ടിയിലൊക്കെ വളരെ സുഖമായിട്ട് ബാക്കിൽ വെച്ചിട്ട് പോവാം. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇത് അവിടെ വെച്ചിട്ട് നമുക്ക് ഓടിക്കുകയും ചെയ്യാം. എടുത്തോ. ഇതാണ് ബാറ്ററി. ആദ്യം തന്നെ നമുക്ക് സൈക്കിളിനൊന്ന് സൈക്കിൾ രൂപത്തിലേക്ക് ആക്കണമല്ലോ. കണക്ട് ചെയ്തോ. സൈക്കിൾ രൂപത്തിലേക്ക് വരുന്നു. യെസ്, അങ്ങനെ സൈക്കിളായിരിക്കുകയാണ്. വേർത്തു ഉള്ളി ചൈന പോയിട്ട് കൊണ്ടുവന്നാണത്. കൊള്ളാം. ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡർ അല്ലേ, മൊബൈൽ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതാ ഗിയറൊക്കെ ഉണ്ട്. യെസ്. ഇനി ഇതേ ഇവിടെ തന്നെ അതിൻ്റെ പവർ ഓണാണോ കണ്ടോ, ഇപ്പോൾ ഓണായിട്ടുണ്ട്. യെസ്, ഇവിടെ ഗിയർ ഉണ്ടല്ലോ ഇതിന്. ഗിയർ ഉണ്ട് കണ്ടോ. നമുക്ക് സാധാരണ സൈക്കിള് ചവിട്ടുന്ന പോലെ ചവിട്ടിയും കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇത് മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. 50 കിലോമീറ്റർ വരെ നമുക്കിത് ഓടിക്കാൻ സാധിക്കും. 50 അല്ലേ? ബൈക്ക് പോകണമല്ലോ. ആക്സിലേറ്റർ ഒക്കെ ഉണ്ട്. ആക്സിലേറ്റർ കാണിച്ചു തരുന്നത്. ഇതാണ് ആക്സിലേറ്റർ. പൊക്കിയോ. വാവ്, ഇതാണ് ആക്സിലേറ്റർ. ഇത് മിഥുൻ്റെ കമ്പനി അവരുടെ ഐഡിയാസിൽ ഉണ്ടാക്കിയെടുത്താണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ ഒരുപക്ഷെ കൊച്ചിയിലൊക്കെ നമ്മൾ വണ്ടിക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് കൊണ്ടുനടക്കാവുന്നതാണ്. ബാറ്ററിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലാണ് ബാറ്ററി വരുന്നത്. ഒന്നുകൂടി ഒരിക്കൽ. യെസ്, കണ്ടോ, നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതാണ് ബാറ്ററിയുടെ പോർഷൻ. പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉള്ളത്. നിങ്ങൾ കണ്ടോ ഈ വെൽഡിംഗ് ഒക്കെ? അപ്പൊ ഞങ്ങള് തന്നെ അവിടെ ചൈനയിൽ പോയി 3 ദിവസം അവിടെ കുത്തിയിരുന്നുണ്ടാക്കിയ സാധനമാണ്. അതാണ് ഇങ്ങനെ ഒരു വെൽഡിങ്ങിന്റെ ഒരു ഇതൊരു ഷേപ്പ് ആയിട്ടില്ല. ഇതൊരു ഡെമോ പീസ് മാത്രമാണ്. ഓക്കെ, പക്ഷെ വർക്കിംഗ്. അപ്പൊ ഞാൻ എന്തായാലും ഓടിക്കട്ടെ. ഗിയർ സൈക്കിൾ ഉപയോഗിക്കുന്ന പിള്ളേർക്ക് അറിയാൻ പറ്റും. ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാനൊന്ന് ഓടിക്കട്ടെ. ഹെൽമെറ്റ് ഇവിടെ. ഹെൽമെറ്റ് ഒന്ന് വെക്കട്ടെ. ഇനി നമ്മളുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. നിങ്ങളൊന്ന് ക്യാമറ പിടിച്ചേ. ക്യാമറ ഇയാളെ പിടിക്കുമല്ലോ, ഇയാൾ ക്യാമറ ബ്ലോഗർ അല്ലേ? മിഥുൻ്റെ സൈക്കിൾ, മിഥുൻ കുട്ടൻ്റെ ഇലക്ട്രോണിക് സൈക്കിൾ. ഓണല്ലേ? ഓണാക്കിക്കോ. നടുവില് പ്രസ് ചെയ്തോ. പ്രസ് ചെയ്തോണ്ടിരുന്നേ. ഓണായി. ഇനി ആ 2-ലോട്ട് ഇട്. അത് പല സ്പീഡാണ്. അപ്പോൾ പവർ ചവിട്ടുന്നില്ല. ആക്സിലേറ്റർ ആണ്. എങ്ങനെയുണ്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് പറയൂ. അതെ, അയ്യോ അടിപൊളി. ഡിസ്ക് ബ്രേക്കൊക്കെ പിടിച്ചവിടെ നിന്നോളൂ കേട്ടോ. അടിപൊളിയാണ്. നമുക്കേ ഇതെന്താ വെച്ചേ പിന്നെ ഇതിന്റെ രസം എന്ന് പറഞ്ഞാൽ നമ്മള്
സൈക്കിള് ചവിട്ടാൻ തോന്നുന്നു കിടക്ക്. അതെ, കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഈ സാധനത്തിൽ പോവുകയും ചെയ്യാം, പിന്നെ ഇടയ്ക്ക് വെച്ച് ചവിട്ടുകയും ചെയ്യും. എക്സർസൈസ് ഒന്നുകൂടെ പോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മോട്ടർ കൊണ്ട് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് സർവീസിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. ഇതിൻ്റെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും രസമുണ്ട്. കാരണം ഇപ്പോൾ ഒരുപക്ഷെ സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ മേ ബി ഇപ്പം അതെ കൊച്ചി മെട്രോയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഈ സാധനം ഇട്ടുകൊണ്ടിട്ട് ഒന്ന് പോകണമെങ്കിൽ ആലോചിച്ച് നോക്കിയേ. നമുക്ക് സമയവും ഒരുപാട് ലാഭമാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു രസമാണ് സംഭവം. ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് എന്തായാലും. പിന്നെ കൊച്ചി മെട്രോയിൽ ഇത് കയറ്റാൻ പറ്റും. പിന്നെ കൊച്ചി മെട്രോയിൽ ഈ ഫോൾഡബിൾ സൈക്കിൾ ഈ സൈക്കിൾ കയറ്റാൻ പറ്റും. അതിനുള്ള പെർമിഷൻ ഉണ്ട്. ഇപ്പോൾ കൊച്ചി മെട്രോയിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും. ഇവിടെയാണ് അതിൻ്റെ മോട്ടർ ഇരിക്കുന്നത്. സാധാരണ നമ്മുടെ ഗിയർലെസ് ആയിട്ടുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഒരു ചെയിൻ സിസ്റ്റം തന്നെയാണ്. സാധാരണ ഇതിനൊന്നും വലിയ കംപ്ലൈൻറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെ മാറാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ആയിട്ട് വരുന്നത്. ഇതുപോലുള്ള 40 ബാറ്ററികൾ ഇതിനകത്തുണ്ട്. നമ്മുടെ സാധാരണ ടെസ്ല കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലേ? അതെ, സെയിം ബാറ്ററിയാണ് പാനസോണിക്കിൻ്റെ. നമ്മുടെ ടെസ്ല കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം ബാറ്ററി എന്നാണ് മിഥുൻ പറയണത്. അത് പാനസോണിക്കിന്റെ ബ്രാൻഡില്ലെന്നുള്ളൂ ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ആണല്ലേ? ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. മെയ്ഡ് ഇൻ ജപ്പാനാണ് ഈ ഒരു ബാറ്ററി. മെയ്ഡ് ഇൻ ജപ്പാനാണ്. ഇതെന്താ ഇവിടെ ഒരു ഗിയർ ഉണ്ടല്ലോ? ഇതെന്ത്? അത് ലേസർ ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ. അത് അലാറം ഉണ്ട്. അതെ. ഈ ഒരു സൈക്കിള് 3 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 50 കിലോമീറ്റർ ലഭിക്കുകയും ചെയ്യും. ഫാസ്റ്റ് ചാർജിങ് ആണ്. ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ കയറുക, ഒന്ന് ചാർജിലിടുക. ഇതിൽ മടക്കി വെക്കാണോ? പെടലൊക്കെ വെച്ചോ? പെടലൊക്കെ മടക്കി വെച്ചു. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്കൂട്ടറും കാറൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വഴി കിടക്കും. അതാണെങ്കിൽ നമുക്ക് ചവിട്ടി വീട്ടിലെത്താം. ഓക്കെ, അടുത്തോ. എക്കോ ഫ്രണ്ട്ലി വെച്ചോ. ഓക്കെ, യെസ്.